ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. അലിഫ് ലാം റാ. കിതാബുൻ അൻസൽനാഹു ഇലൈക. ഇത് പരിശുദ്ധമായ ഗ്രന്ഥമാണ്, ഇത് വിശുദ്ധമായ ഖുർആനാണ്, ഇത് ലോകത്തിന്റെ വഴികാട്ടിയാണ്, ഇത് തങ്ങൾക്കാണ് നാം അവതരിപ്പിച്ചത്. ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. എന്തിനു വേണ്ടിയാണ് തങ്ങളുടെ കൈവശം നാം ഖുർആൻ നൽകിയത്? തങ്ങൾക്ക് ജോലിയുണ്ട് കേട്ടോ, തങ്ങൾ റസൂലാണ്. ജനങ്ങളിലേക്ക് ഇസ്ലാമിക ആദർശങ്ങൾ എത്തിച്ചു കൊടുക്കൽ ബാധ്യതയുള്ള വ്യക്തിയാണ്. ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. തങ്ങൾ പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയിലേക്ക് ഇരുളിൽ കിടക്കുന്ന ഡാർക്കേജിൽ കിടക്കുന്ന വിഭാഗത്തെ ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് തങ്ങൾക്ക് നാം ഈ വിശുദ്ധ ഖുർആൻ നൽകിയത്. അൻസൽനാഹു ഇലൈക. ആർക്കാ നൽകിയത്? നബിയെ തങ്ങൾക്ക് നൽകിയിരിക്കുക, വേറെ ആർക്കും അല്ല. ഇത് ആർക്കാ നൽകിയത്? മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ഗ്രന്ഥമാണ്. എന്തിന്? ലിയുഖ്രിജൻ നാസ. ഖുർആൻ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയെന്നല്ല ഖുർആൻ പറഞ്ഞത്. ഖുർആൻ കൊണ്ടല്ല ഹിദായത്ത്. പിന്നെ ആര് മുഖേന? മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുഖേന ഹിദായത്ത്. ശ്രദ്ധിക്കണേ, അതാണ് നമ്മുടെ വിഷയം. ആര് മുഖേന ഹിദായത്ത്? ആദരമായ പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് എന്ത് പറഞ്ഞു അല്ലാഹു? ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. തങ്ങൾ വേണം വെളിച്ചത്തിന്റെ പ്രഭയിലേക്ക് ഇരുട്ടിൽ കിടക്കുന്ന ജനങ്ങളെ കൊണ്ടുവരാൻ. തങ്ങളാണ് അത് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഖുർആൻ ആരെ ഏൽപ്പിച്ചു? തങ്ങളുടെ കയ്യിലേക്ക് നൽകി. ഞാനീ പറഞ്ഞതിന്റെ ആശയം എന്താ? ബുക്ക് വായിച്ചാല് ഒന്നും പഠിക്കൂല, ആള് കോലം കെട്ടുവോ, വിദേഹത്തുകാരുണ്ടാവും. അള്ളാഹു നമ്മളെ. കുറെ ബുക്കും പുസ്തകവും വായിച്ചുകൊണ്ടൊന്നും ദീൻ മനസ്സിലാവൂല. ഇതൊരു പരമ്പരയാണ്, സിൽസിലയാണ്, സനദുൽ മുത്തസിലാണ്. ഇവിടെ ഇരിക്കുന്ന മാത്തൂർ സാദിനെ എടുത്താലും ഇരിക്കുന്ന സമുന്നതരാകുന്ന ഉലമാക്കളെ പണ്ഡിതന്മാരെ എടുത്താലും അവരുടെ പരമ്പര നേരെ എവിടെ എത്തും? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തും. ഇതാണ് പരമ്പര, സനദുൽ മുത്തസില. ഈ ഒരു പരമ്പര, ആ ഒരു ഇൽമാണ് നമുക്ക് കൈവശം വന്നിട്ടുള്ളത്. അങ്ങനെ കിട്ടിയെങ്കിലേ ആലിമാവുള്ളൂ.